നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് CPIM-ന് ഇനി പുതിയ വളണ്ടിയർ സേന. വളണ്ടിയർ മാർച്ചിൽ ആയിരങ്ങൾ പങ്കെടുത്തു. യുവാക്കളുടെ വളണ്ടിയർ സേന രൂപീകരിച്ചത് ജനങ്ങൾക്ക് സേവനം നൽകാനെന്ന് CPIM നേതൃത്വം. പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PK ശ്രീമതി MP വികസനത്തിൽ രാഷ്ട്രീയം കലർത്തുകയാണെന്ന് K സുരേന്ദ്രൻ. അബ്ദുള്ളക്കുട്ടി MLA-ക്കെതിരെയുള്ള MP-യുടെ വിമർശനം വസ്തുതാവിരുദ്ധം. MP കണ്ണൂർ MLA-യെ മാത്രം വിമർശിക്കുന്നത് ഗൂഢോദ്ദേശത്തോടെ. അബ്ദുള്ളക്കുട്ടി CPIM പഞ്ചായത്തുകളിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നും K സുരേന്ദ്രൻ. നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങാനെത്തുന്നവർ വലയുന്നു. മണിക്കൂറുകളോളം പൊരിവെയിലിൽ ക്യൂ നിൽക്കേണ്ടുന്ന അവസ്ഥ. വൃദ്ധരും അവശരും തളർന്നു വീഴുന്നു. പെൻഷൻകാർ നേരിട്ടെത്തണമെന്ന നിബന്ധന തിരിച്ചടിയായി. അധികൃതർക്ക് അലംഭാവമെന്ന് പരാതി. ഏകജാലക സംവിധാനം നിലവിൽ വന്നില്ല. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ ഡിഗ്രി പ്രവേശനം അവതാളത്തിലായി. +2 റിസൾട്ട് വന്ന് ഒരാഴ്ചയായിട്ടും ഡിഗ്രി പ്രവേശന വിജ്ഞാപനം പോലും ഇറക്കിയില്ല. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കയിൽ. കാലതാമസത്തിന് കാരണം സോഫ്റ്റ്വെയർ എത്താത്തതാണെന്ന് അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക്. CPIM പുതുതായി രൂപീകരിച്ച വളണ്ടിയർ സേന കണ്ണൂരിൽ മാർച്ച് നടത്തി. സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ ആയിരങ്ങൾ പങ്കെടുത്തു. പൊതുസമ്മേളനം കളക്ട്രേറ്റ് മൈതാനിയിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പതിനെട്ടിനും 30നും ഇടയിലുള്ള 3000-ഓളം ചെറുപ്പക്കാരാണ് സേനയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. 15 ദിവസത്തെ പ്രത്യേക കായിക പരിശീലനത്തിലൂടെയാണ് സേനയെ സജ്ജമാക്കിയത്. തീപിടുത്തം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രഥമ ശുശ്രൂഷ നൽകാനും രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും ഈ വളണ്ടിയർമാർ മുന്നിലുണ്ടാകും. ജില്ലയിലെ 18 ഏരിയകളിൽ നിന്നുള്ള വളണ്ടിയർ സേനയുടെ മാർച്ച് സെന്റ് മൈക്കിൾ സ്കൂൾ പരിസരത്തു നിന്നാണ് ആരംഭിച്ചത്. മാർച്ച് കണ്ണൂരിനെ ചുവപ്പണിയിച്ചു. കളക്ട്രേറ്റ് മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിജിലൻസിന്റെ ഡയറക്ടർക്ക് ഈ വിജിലൻസ് റിപ്പോർട്ട് പരിശോധിച്ച് കേസെടുത്ത് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ ഒരു മന്ത്രിയോടും ചോദിക്കേണ്ടതായിട്ടില്ല. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോവിന്റെ ഡയറക്ടർ സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ട് മന്ത്രിയെ കാണിക്കേണ്ടെന്ന കാര്യമില്ല. 5 വർഷം വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്തൊരു മന്ത്രി എന്നുള്ള നിലയിൽ കോടതിയിൽ വിജിലൻസ് സമർപ്പിക്കുന്ന ഒരു റിപ്പോർട്ടും മന്ത്രിയെ കാണിക്കേണ്ടെന്ന കാര്യമില്ല, മുഖ്യമന്ത്രിയെ കാണിക്കേണ്ടെന്ന കാര്യമില്ല. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോവിന്റെ ഡയറക്ടർ വിൻസൻ എൻ പോളിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ മാണിയും ബാബുവും ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, ജില്ലാ സെക്രട്ടറി P ജയരാജൻ, MB ജയരാജൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. PK ശ്രീമതി MP വികസനവുമായി ബന്ധപ്പെട്ട് AP അബ്ദുള്ളക്കുട്ടി MLA-ക്കെതിരെ നടത്തിയ വിമർശനം വസ്തുതാവിരുദ്ധവും ഗൂഢ ഉദ്ദേശം നിറഞ്ഞതുമാണെന്ന് DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കണ്ണൂർ പാർലമെന്റ് മണ്ഡലം MP-യായ PK ശ്രീമതി മറ്റ് MLA-മാർക്കെതിരെ ഒന്നും പറയാതെ അബ്ദുള്ളക്കുട്ടിക്കെതിരെ മാത്രം പറഞ്ഞത് വികസനത്തിൽ രാഷ്ട്രീയം കലർത്തുന്നതിനു വേണ്ടിയാണ്. ജലാശയങ്ങളുടെ വൃത്തിയാക്കൽ സംസ്ഥാന സർക്കാരിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കുകയാണ് PK ശ്രീമതി ചെയ്യുന്നത്. അബ്ദുള്ളക്കുട്ടി MLA വികസനത്തിൽ രാഷ്ട്രീയം കലർത്താറില്ല. CPM-കാരായ ചേലോറ, എളയാവൂർ, മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഇക്കാര്യം അന്വേഷിച്ചാൽ വ്യക്തമാകുമെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. ഒരു MLA-ക്കെതിരെ ഒരു MP ഇതുപോലെ പറയാൻ പാടുണ്ടോ എന്നത് ഒരു ചോദ്യചിഹ്നമായി ഞാൻ പറയുന്നു. ശ്രീമതി ടീച്ചർ കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൻ്റെ MP അല്ലല്ലോ, MP മാത്രമല്ലല്ലോ. ഒരു അസംബ്ലി മണ്ഡലത്തിൻ്റെ MP ആണ് എങ്കിൽ അങ്ങനെ പറയാം. 7 അസംബ്ലി മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഒരു പാർലമെൻറ്റ് അംഗം കണ്ണൂർ MLA അബ്ദുള്ളക്കുട്ടിക്ക് നേരെ ഇത്രയേറെ ആക്രോശിക്കാൻ എന്തേ കാരണം? പഴയ സ്നേഹത്തിൻ്റെയും പഴയ വിരോധത്തിൻ്റെയും കണക്കുകൾ തീർക്കുന്നതിന് വേണ്ടിയാണോ എന്ന് അവർ വ്യക്തമാക്കണം. ഈ MLA-യുടെ തകരാറ് കാരണം വികസനം നടത്താൻ കഴിയുന്നില്ല എന്ന് ശ്രീമതി ടീച്ചർ പറയുമ്പോൾ കഴിഞ്ഞ 1 വർഷക്കാലത്തിനിടയിൽ തനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നത് ജനമറിയാതിരിക്കാൻ AP അബ്ദുള്ളക്കുട്ടി MLA-യെ കരുവാക്കുന്നു എന്നതാണ് സത്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകജാലക സംവിധാനം നിലവിൽ വന്നില്ല. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ ഡിഗ്രി പ്രവേശനം അവതാളത്തിലായി. ദിനംപ്രതി നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് ഡിഗ്രി അപേക്ഷാ ഫോറത്തിനായി കോളേജുകളിൽ കയറിയിറങ്ങുന്നത്. ഏകജാലകത്തിന് കീഴിൽ ഓൺലൈനായി അപേക്ഷിച്ചാൽ മതിയെന്നിരിക്കെ ഏകജാലകം നടപ്പിലാക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ എത്താത്തതാണ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയായത്.
+2 റിസൾട്ട് പുറത്തിറങ്ങിയതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിൽ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാറുണ്ട്. എന്നാൽ ഇത്തവണ +2 ഫലം വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രവേശന വിജ്ഞാപനം പോലും സർവകലാശാലയ്ക്ക് പുറപ്പെടുവിക്കാനായിട്ടില്ല. ഏകജാലകം ആരംഭിക്കുന്നതിനുള്ള കാലതാമസമാണ് ഇതിനു കാരണം. ഡിഗ്രി അപേക്ഷാ ഫോറത്തിന് വേണ്ടി നിരവധി പേരാണ് ദിനംപ്രതി കോളേജുകളിൽ എത്തുന്നതെന്ന് തോട്ടട SN കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശിവദാസൻ തിരുമംഗലത്ത് പറഞ്ഞു. ഇതുവരെയായിട്ട് അഡ്മിഷന് ഉള്ള ആ പ്രോസസ്സിങ്ങുള്ള ഒരു കാര്യവും ചെയ്തു തുടങ്ങിയിട്ടില്ല. ഈ കോളേജിൽ റിസൾട്ട് വരുന്നതോടുകൂടി തന്നെ കുട്ടികൾക്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുകയും അതനുസരിച്ച് ഇൻഡിവിജ്വൽ കോളേജുകൾ അഡ്മിഷൻ നടത്തുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കോളേജുകളിൽ പാരൻസ് ഇതുമായുള്ള അന്വേഷണവുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാൻ പറ്റിയിട്ടില്ല. സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി ഓൺലൈനിലാണ് ഈ അഡ്മിഷൻ പ്രോസസ്സ് നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ വളരെ ഉത്കണ്ഠാകുലരാണ്. ഇതെപ്പം തുടങ്ങുന്നുള്ളതിനെപ്പറ്റി യാതൊരു ഐഡിയയും രക്ഷിതാക്കൾക്കില്ല. ഓൺലൈൻ മുഖേനയുള്ള പ്രവേശനത്തിന് അപേക്ഷ നൽകുന്നതിന് സർവകലാശാലയുടെ വെബ്സൈറ്റിൽ തിരഞ്ഞാലും വിവരങ്ങൾ ലഭ്യമാവാത്ത സ്ഥിതിയിലാണ്. വേണ്ടത്ര തയ്യാറെടുപ്പില്ലാതെയാണ് ഏകജാലക പ്രവേശനം നൽകാനുള്ള സംവിധാനത്തിന് സർവകലാശാല ഇറങ്ങിത്തിരിച്ചത്. കേരള സർവകലാശാല ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ലഭ്യമാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഈ സോഫ്റ്റ്വെയർ നൽകാമെന്ന് കേരള സർവകലാശാല അറിയിച്ചുവെങ്കിലും കണ്ണൂർ സർവകലാശാലയ്ക്ക് അത് ലഭിക്കാത്തതാണ് പ്രവേശന നടപടികൾ ആരംഭിക്കുന്നതിനുള്ള കാലതാമസത്തിനിടയാക്കിയത്. സർവകലാശാലയുടെ ഈ മെല്ലെപ്പോക്ക് നയം വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ്. നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങാനെത്തുന്നവർ വലയുന്നു. പെൻഷൻ നൽകുന്നതിലെ നടപടിക്രമവും കാലതാമസവുമാണ് വയോധികരടക്കമുള്ള പെൻഷൻകാരെ ദുരിതത്തിലാക്കുന്നത്. നടക്കാൻ കഴിയാത്തവർ പോലും നേരിട്ടെത്തണമെന്ന നിബന്ധനയും ഇരുട്ടടിയാവുകയാണ്. ദിനംപ്രതി നൂറുകണക്കിന് പേരാണ് താണയിലെ പെട്രോൾ പമ്പിന് സമീപത്തെ ഓഫീസിൽ പെൻഷൻ വാങ്ങാനായി എത്തുന്നത്. അല്പം ആശ്വാസത്തിനായി പോയവർ മടങ്ങിയത് ഇരട്ടി ദുരിതത്തോടെയാണ്. താണ പെട്രോൾ പമ്പിന് സമീപത്തെ നീണ്ട ക്യൂവിൽ നിൽക്കുന്നത് വാടിത്തളർന്ന് ഒടിഞ്ഞു വീഴാറായ വയോധികർ. വയസ്സുകാലത്ത് ഇത്തിരി സാമ്പത്തിക ആശ്വാസം ലഭിക്കുമല്ലോ എന്ന് കരുതി വന്നവരാണ് ക്യൂവിലേറെയും. പല സ്ഥലങ്ങളിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടി ഓഫീസിലെത്തി. അതിനുശേഷം പൊരിവേലിൽ മണിക്കൂറുകളോളം ടോക്കണിന് വേണ്ടിയുള്ള കാത്തുനിൽപ്പ്. ഇത്രയൊക്കെ അനുഭവിച്ചാലും പെൻഷനും വാങ്ങി വീട്ടിൽ പോവാൻ പറ്റില്ല. ലഭിക്കുന്ന ടോക്കണിന്റെ ദിവസം ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ആയിരിക്കും. വെയിലത്ത് ഇരുന്ന ചിലരെങ്കിലും രോഷാകുലരായി. പ്രായമുള്ള കൂട്ടർ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വരിക എന്ന് പറഞ്ഞാൽ ഒരാളെ കൂടെ പറഞ്ഞാൽ ഒരാളും കൂടി വരണം. അപ്പം 3 ദിവസം എന്ന് പറഞ്ഞാൽ പ്രായമുള്ള കൂട്ടിയും കൂട്ടി ആളിങ്ങനെ വരിക പോവുക എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ തൊഴിലാളി ഇങ്ങനെ പ്രായമുള്ള 60, 70, 80 വയസ്സായ കൂട്ടർ കഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാലേ വളരെയധികം ദ്രോഹിക്കുന്ന ഈ ശ്രമതി ഇതിൻ്റെ ആൾക്കാർ. വെള്ളം കുടിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ആരോട് പറയാ? ഇത്രയും ജനം വരുന്ന ആരും അറിഞ്ഞിട്ടില്ല. ഇത്രയും ജനമുള്ള ഇവര് നേരത്തെ പറയണ്ടേ നമ്മളോട്? എന്നാലും ഓഫീസിലെത്താത്തവർക്ക് പെൻഷൻ ലഭിക്കില്ല. കിടപ്പിലായവരെ പോലും ഓഫീസിലെത്തിക്കണമെന്നതാണ് നിയമം. അക്ഷയ വഴി പെൻഷൻ ലഭ്യമാക്കാൻ കഴിയുമെങ്കിലും അധികൃതർ അതിനൊന്നും തയ്യാറാവുന്നുമില്ല. ഒരു ദിവസം 300 പേർക്ക് മാത്രമേ ടോക്കൺ കൊടുക്കാനാവൂ എന്നിരിക്കെ ഇവിടെ 900-ഓളം നിർമ്മാണ തൊഴിലാളികളാണ് എത്തുന്നത്. പെൻഷൻ നടപടികൾ ലളിതമാക്കാനായി ഓരോ മേഖലയിലുള്ളവർക്ക് ഓരോ ദിവസം നൽകിയിരുന്നു. എന്നാൽ അതൊന്നും ഫലം കണ്ടില്ലെന്നു മാത്രം. വെയിലത്ത് തളർന്ന് തലകറങ്ങി ക്യൂവിൽ നിന്നും മാറി ഒരു ഇരിപ്പിടം കണ്ടെത്തിയതിന്റെ ആശ്വാസത്തിലാണ് ഒരമ്മ. അതൊക്കെ നിൽക്കാൻ കഴിയും, തലയിട്ട് വീഴുന്നതാണ്. നമുക്കിത് വേണ്ടാതെ നോക്കട്ടെ, നമ്മൾ കോടീശ്വരനായിരിക്കണ്ടേ. അതുകൊണ്ട് നമ്മളിത് വന്ന് ഇതിപ്പോൾ ആക്കിയാലും പിന്നെയും വരണം പോലിടാം. മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടിടത്ത് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സ്ഥലം പോലുമില്ല. ഒരു പെൻഷൻ വാങ്ങാൻ വന്നതിന്റെ ദുരന്തകഥ ഇതേ അവസ്ഥയാണെങ്കിൽ ഇനിയും തുടരും. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് CPIM-ന് ഇനി പുതിയ വളണ്ടിയർ സേന. വളണ്ടിയർ മാർച്ചിൽ ആയിരങ്ങൾ പങ്കെടുത്തു. യുവാക്കളുടെ വളണ്ടിയർ സേന രൂപീകരിച്ചത് ജനങ്ങൾക്ക് സേവനം നൽകാനെന്ന് CPIM നേതൃത്വം. പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PK ശ്രീമതി MP വികസനത്തിൽ രാഷ്ട്രീയം കലർത്തുകയാണെന്ന് K സുരേന്ദ്രൻ. അബ്ദുള്ളക്കുട്ടി MLA-ക്കെതിരെയുള്ള MP-യുടെ വിമർശനം വസ്തുതാവിരുദ്ധം. MP കണ്ണൂർ MLA-യെ മാത്രം വിമർശിക്കുന്നത് ഗൂഢോദ്ദേശത്തോടെ. അബ്ദുള്ളക്കുട്ടി CPIM പഞ്ചായത്തുകളിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നും K സുരേന്ദ്രൻ.
നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങാനെത്തുന്നവർ വലയുന്നു. മണിക്കൂറുകളോളം പൊരിവെയിലിൽ ക്യൂ നിൽക്കേണ്ടുന്ന അവസ്ഥ. വൃദ്ധരും അവശരും തളർന്നു വീഴുന്നു. പെൻഷൻകാർ നേരിട്ടെത്തണമെന്ന നിബന്ധന തിരിച്ചടിയായി. അധികൃതർക്ക് അലംഭാവമെന്ന് പരാതി. ഏകജാലക സംവിധാനം നിലവിൽ വന്നില്ല. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ ഡിഗ്രി പ്രവേശനം അവതാളത്തിലായി. +2 റിസൾട്ട് വന്ന് ഒരാഴ്ചയായിട്ടും ഡിഗ്രി പ്രവേശന വിജ്ഞാപനം പോലും ഇറക്കിയില്ല. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കയിൽ. കാലതാമസത്തിന് കാരണം സോഫ്റ്റ്വെയർ എത്താത്തതാണെന്ന് അധികൃതർ. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കൊയിലി ഹാർട്ട് സെന്റർ, കൊയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ. Gemino International Jewelers, Kerala, Tamil Nadu, Maharashtra, UAE, Kuwait. മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, പ്രകാശപുരി, ചക്കരക്കൽ. B&S പ്ലേറ്റിൽ കുറഞ്ഞ വൈദ്യുതി, നിറഞ്ഞ സംതൃപ്തി. B&S പ്ലേറ്റ്, റോയൽ ഇന്ത്യ, താന ജംഗ്ഷൻ, താന, കണ്ണൂർ. മെട്രോ ഹൈപ്പർ മാർക്കറ്റ്, SN പാർക്ക് റോഡ്, കണ്ണൂർ. Bank and Bank, Wholesale and Retail, Rajiv Gandhi Road near Jaspal Corner, Kannur. Lil Kids International Preschool and Daycare, പയ്യാമ്പലം, കണ്ണൂർ. കണ്ണൂർ കൺസ്യൂമർ ഫെയർ 2015. ഷാലിമ പേപ്പർ മാർട്ട്, പേപ്പർ കോംപ്ലക്സ്, ജയസ്പോൾ ജംഗ്ഷൻ, താളിക്കാവ് റോഡ്, കണ്ണൂർ. ഇനി കണ്ണൂരിൽ വരുവാൻ മറ്റൊരു കാരണവും. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. പയ്യന്നൂർ കാങ്കോലിൽ BJP നേതാവിന്റെ മകന്റെ കൃഷിത്തോട്ടം നശിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം AK രാജഗോപാലന്റെ മകൻ മനോജിന്റെ 20 സെന്റ് സ്ഥലത്തെ തെങ്ങ്, വാഴകൃഷിയാണ് ഇന്ന് പുലർച്ചെ വെട്ടി നശിപ്പിച്ചത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് കേബിൾ ഷോപ്പ് നടത്തുന്ന മനോജിന്റെ കാങ്കോൽ ചീമേനി റോഡിലെ പാപ്പരട്ടയിലുള്ള 20 സെന്റ് സ്ഥലത്തെ കൃഷിയാണ് ഇന്ന് പുലർച്ചെ വെട്ടി നശിപ്പിച്ച നിലയിൽ കണ്ടത്. ഇവിടെയുണ്ടായിരുന്ന 80ഓളം കുലച്ച നേന്ത്രവാഴകളും മഹാഗണി, തെങ്ങിൻ തൈകൾ എന്നിവയും പൂർണ്ണമായും നശിപ്പിച്ചു. കൃഷിക്ക് വെള്ളമൊഴിക്കാനായി സ്ഥാപിച്ചിരുന്ന കുഴൽക്കിണറിലെ മോട്ടോർ പൈപ്പ് സഹിതം എടുത്തുകൊണ്ടുപോയി. പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ BJP മണ്ഡലം കമ്മിറ്റി ശക്തമായി പ്രതിഷേധിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പുതുതായി നിർമ്മിച്ച വികസന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെ വികസന കുതിപ്പിന് പൊൻതൂവലാകുന്ന കെട്ടിടം 3.82 കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചത്. തനത് ഫണ്ട് വർദ്ധിപ്പിക്കുക, പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, ജില്ലാ പഞ്ചായത്ത് നിർവഹിക്കേണ്ട ചുമതലകൾ കൂടുതൽ ജനക്ഷേമകരവും കാര്യക്ഷമവുമാകുമിതം സൗകര്യങ്ങൾ ഒരുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ജില്ലാ വികസന കേന്ദ്രം നിർമ്മിച്ചത്. വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ലെന്നതിന് ഉത്തമ ഉദാഹരണമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റേതെന്ന് മന്ത്രി KC ജോസഫ് പറഞ്ഞു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വളരെയേറെ മാതൃകാപരമായ പ്രവർത്തന ശൈലി ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്നതിന് എനിക്ക് കൂടി അഭിമാനകരമായ ഒരു കാര്യമാണ്. അധികാര വികേന്ദ്രീകരണം അർത്ഥപൂർണ്ണമാകുമ്പോൾ വികസന രംഗത്തുണ്ടാകുന്ന വലിയ മാറ്റങ്ങളും ദൃശ്യമാണ്. കാരണം ജനങ്ങളുടെ പ്രാദേശികമായ ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തയ്യാറാക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും ഇന്ന് വളരെയേറെ സുതാര്യമായി പോകാൻ കഴിയുന്നത് ഈ പഞ്ചായത്തുകളുടെ എല്ലാം വളരെ ആത്മാർത്ഥ പ്രവർത്തനങ്ങളാണ്. 3.82 കോടി രൂപ ചെലവിൽ നിർമ്മിതി കേന്ദ്രയാണ് 17,000 ചതുരശ്ര അടിയിൽ കെട്ടിടം നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡിന്റെ വിതരണം ജില്ലാ കളക്ടർ P. ബാലകിരൺ ഉദ്ഘാടനം ചെയ്തു. സ്നേഹജ്യോതി കിഡ്നി പേഷ്യന്റ് സൊസൈറ്റി ഓഫീസ് ജില്ലാ പോലീസ് മേധാവി PN ഉണ്ണിരാജനും ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KS സരള അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് T. കൃഷ്ണൻ, സെക്രട്ടറി MK ശ്രീജിത്ത്, ജൂനിയർ സൂപ്രണ്ട് N. അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. എടക്കാട് 7.5 കടപ്പുറത്ത് അനിയന്ത്രിത മണലെടുപ്പ് തടയാൻ ജില്ലാ ഭരണകൂടവും പോലീസും നടപടി സ്വീകരിക്കണമെന്ന് എടക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV രവീന്ദ്രൻ ആവശ്യപ്പെട്ടു. സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം സിറ്റി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 7.5 കടപ്പുറം മണലെടുപ്പ് മൂലം കടലെടുക്കുന്നത് കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അനിയന്ത്രിതമായ മണലെടുപ്പ് മൂലം എടക്കാട് 7.5 പ്രദേശത്തെ കടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. 40 മീറ്ററിലേറെ കര കടലെടുത്തു. സമീപത്തെ റോഡ് ഇല്ലാതായി. ഇതേ തുടർന്ന് നടക്കുന്നതിനായി കെട്ടിയുയർത്തിയ മതിലും തകർന്നു. ഫലവൃക്ഷങ്ങൾ കടപുഴകി വീണു തുടങ്ങി. എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടറെയും പോലീസ് മേധാവിയെയും സമീപിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KV രവീന്ദ്രൻ പറഞ്ഞു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് വളരെ ഭയാനകമായ രീതിയിൽ ഈ മഴ ആരംഭിക്കാൻ പോവുകയാണ്. മഴ ആരംഭിക്കുന്നതോടുകൂടി കടൽ കൂടുതൽ ശോഭിക്കുന്നതും കര എടുക്കുന്നതുമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഏരിയയിലേക്ക് പോകുന്നത്. അത് ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി
ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് പാതാർ കെട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി MLAയും അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി കളക്ടറുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നടപടി സ്വീകരിക്കും. നടപടിയെടുത്തില്ലെങ്കിൽ കർമ്മസമിതി രൂപീകരിച്ച് ശക്തമായ പ്രക്ഷോഭം നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. എടര കടപ്പുറത്തെ അനധികൃത മണലെടുപ്പിനെ തുടർന്നുണ്ടായ ദുരവസ്ഥ സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പരിയാരം SI KM രാജനെ ആക്രമിച്ച അബ്ദുൾ ലത്തീഫ് നേരത്തെ തളിപ്പറമ്പ് ASIയെ ആക്രമിച്ച കേസിലും പ്രതി. എന്നാൽ ലത്തീഫിനെ കേസിൽ പ്രതിയാക്കാതെ ഒഴിവാക്കുകയായിരുന്നുവെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകി. ഇതേക്കുറിച്ച് ആഭ്യന്തര വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. മുമ്പ് 3 തവണ പോലീസിനെ ആക്രമിച്ചിട്ടും കേസിൽപ്പെടുത്താതെ ലത്തീഫിനെ പോലീസിലെ ചിലർ തന്നെ രക്ഷിക്കുകയായിരുന്നു. രാഷ്ട്രീയ ആക്രമണങ്ങളിലും അനധികൃത മണൽവാരൽ കേസുകളിലുമടക്കം 23 കേസുകളിൽ പ്രതിയായ ലത്തീഫിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ മണൽക്കടവിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ തളിപ്പറമ്പ് ASP ആയിരുന്ന ശിവവിക്രമിനെ ആക്രമിച്ചതെന്ന് അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന പോലീസുകാർ മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇത് FIRൽ രേഖപ്പെടുത്താതെ കേസന്വേഷിച്ച ഉയർന്ന ഉദ്യോഗസ്ഥർ ലത്തീഫിനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള സ്ക്വാഡംഗങ്ങളായ ജാബിർ, പ്രമോദ്, മഹേഷ് എന്നിവരെ മണൽ വേട്ടയ്ക്കെത്തിയപ്പോൾ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിയായിരുന്നിട്ടും ലത്തീഫിനെ അറസ്റ്റ് ചെയ്തില്ല. മുമ്പ് 3 തവണ പോലീസിനെ ആക്രമിച്ചിട്ടും സ്വാധീനത്തിനു വഴങ്ങി ഗൗരവമേറിയ വകുപ്പുകൾ ചേർത്ത് പ്രതി ചേർക്കാത്തതാണ് വീണ്ടും പോലീസിനു നേരെ ആക്രമണം അഴിച്ചുവിടാൻ ലത്തീഫിന്റെ നേതൃത്വത്തിലുള്ള മണൽ മാഫിയ സംഘത്തിന് പ്രേരണയായതെന്നാണ് റിപ്പോർട്ടിൽ വിലയിരുത്തുന്നത്. അഞ്ചരക്കണ്ടി സബ് രജിസ്ട്രാർ ഓഫീസിന്റെ 150ാം വാർഷികം വെള്ളിയാഴ്ച 5 മണിക്ക് മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്യുമെന്ന് വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പത്മനാഭൻ മാസ്റ്റർ അറിയിച്ചു. രജിസ്ട്രേഷൻ വകുപ്പിന്റെ ശതോത്തര കനക ജൂബിലി ജില്ലാതല ഉദ്ഘാടനവും ചരിത്ര സെമിനാറും ഫോട്ടോ പ്രദർശനവും നടക്കും. മന്ത്രി KC ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും. PK ശ്രീമതി MPയും MLAമാരും പങ്കെടുക്കും. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സബ് രജിസ്ട്രാർ ഓഫീസാണ് 1865 അഞ്ചരക്കണ്ടിയിൽ പ്രവർത്തനം തുടങ്ങിയ സബ് രജിസ്ട്രാർ ഓഫീസ്. നമ്മുടെ ജില്ലയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ KKN കുറുപ്പ് അടക്കം ഉള്ള ചരിത്ര പണ്ഡിതന്മാരാണ് ആ സെമിനാറിൽ പങ്കെടുക്കുന്നത്. തുടർന്നാണ് അതിനുശേഷം ഈ രജിസ്ട്രാർ ഓഫീസിൻ്റെ 50ാം വാർഷികം ഉദ്ഘാടനം അതോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് പൊതുചടങ്ങുകളും നടത്താൻ വേണ്ടി തീരുമാനിച്ചു. പയ്യാമ്പലം കടലിൽ മുങ്ങിമരിച്ച 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ചാലാട് ജയന്തി റോഡിലെ ചോറോൻ വീട്ടിൽ റിസ്വാൻ, LV ഹൗസിൽ ഷിനാസ് എന്നിവരാണ് ഇന്നലെ മുങ്ങിമരിച്ചത്. ഉച്ചയ്ക്ക് 2 മണിക്ക് കടലിൽ കുളിക്കാനിറങ്ങിയ ഇവർ തിരയിൽപ്പെടുകയായിരുന്നു. റിസ്വാന്റെ മൃതദേഹം 4:30യോടെയും ഷിനാസിന്റെ മൃതദേഹം 6 മണിയോടെയുമാണ് കണ്ടെടുത്തത്. ഷിനാസിന്റെ മൃതദേഹം ഇന്നലെ രാത്രി 10 മണിക്കും റിസ്വാന്റെ മൃതദേഹം ഇന്ന് രാവിലെയും ഖബറടക്കി. പയ്യാമ്പലം തീരത്ത് അപകടങ്ങൾ പതിവാകുമ്പോഴും സുരക്ഷാ ക്രമീകരണങ്ങൾ അപര്യാപ്തമെന്ന് പരാതി. വേണ്ടത്ര ജീവനക്കാരോ ഉപകരണങ്ങളോ ഇല്ലാത്തത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാവുകയാണ്. സന്ദർശകരുടെ ബാഹുല്യവും കടലിലിറങ്ങുന്നവർ ലൈഫ് ഗാർഡുകളുടെ വാക്കുകൾ ചെവിക്കൊള്ളാത്തതും പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നു. അപകടം പതിയിരിക്കുന്ന പയ്യാമ്പലം ബീച്ചിൽ 1 മാസത്തിനുള്ളിൽ നിരവധി അപകടങ്ങളാണ് സംഭവിച്ചത്. ലൈഫ് ഗാർഡിൽ 4 പേരുടെ സേവനം മാത്രമാണ് ഇവിടെയുള്ളത്. രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയാണ് ഇവരുടെ സേവനം. ഇതിൽ ഒരാൾ അവധിയിലായാൽ പിന്നെ ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പലപ്പോഴും ഇവർക്ക് അധിക ജോലി എടുക്കേണ്ടി വരുന്നു. കണ്ണൂരിലെ വിവിധ ബീച്ചുകളിലായി 12 പേരെ നിയമിച്ചെങ്കിലും 7 പേർ മാത്രമേ നിലവിലുള്ളൂ. അധിക ജോലി ഭാരവും ജോലിയിലെ അനാകർഷണവും കാരണം മറ്റു ജോലികൾ തേടി പോകുകയായിരുന്നു ഇവർ. ജീവനക്കാരുടെ അപര്യാപ്തത കാരണം ബീച്ചിൽ നിന്നും അകലെയുള്ള ഭാഗങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്താൻ ലൈഫ് ഗാർഡുകൾക്ക് കഴിയുന്നില്ല. ഇവിടെ പയ്യാമ്പലം ബീച്ചിലാകെ 4 ലൈഫ് ഗാർഡേ ഉള്ളൂ. ആ 4 ലൈഫ് ഗാർഡ് നോക്കേണ്ടത് 5 കിലോമീറ്റർ കവർ ചെയ്യണം. ഈ 4 ലൈഫ് ഗാർഡുമാർ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന എൻട്രൻസിൽ തന്നെ വേണം നമുക്ക് 4 ലൈഫ് ഗാർഡ് എന്തായാലും വേണം. കാരണം ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ട് അപകടപ്പെടുന്ന ഈ ഏരിയയിലാണ്. ഏറ്റവും കൂടുതൽ കുളിക്കുന്നതും ഈ ഏരിയയാണ്. വെച്ചാൽ മെയിൻ എൻട്രൻസ് പയ്യാമ്പലത്തിന്റെ. ഇതും അതിനും തൊട്ട് അപ്പുറത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. 2 കിലോമീറ്റർ അപ്പുറത്ത്. അവിടെ ലൈഫ് ഗാർഡ് ഉണ്ടെങ്കിൽ ഈ അപകടം സംഭവിക്കത്തില്ല. ഇന്നലെ നടന്ന അപകടത്തിൽ പൊലിഞ്ഞത് 2 ജീവനുകളാണ്. പള്ളിയമൂല ഭാഗത്താണ് അപകടം സംഭവിച്ചത്. ബീച്ചിൽ നിന്നും ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരത്താണ് അപകടം നടന്നത്. ജീവൻ രക്ഷാ ഉപകരണങ്ങളായ ലൈഫ് ജാക്കറ്റോ റെസ്ക്യൂ ട്യൂബുകളോ ജെസ്കി സ്കൂട്ടറോ ബോട്ടുകളോ ഇവിടെയില്ല. ഇതിനായി ജീവനക്കാർ മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അവധിക്കാലമായതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ബീച്ചിലേക്ക് എത്തുന്നത്. സന്ദർശകരുടെ ബാഹുല്യം കാരണം ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഇവർക്ക് കഴിയാറില്ല. നിർദ്ദേശങ്ങൾ നൽകിയാലും ചിലർ അത് അവഗണിക്കാറുണ്ടെന്നാണ് ജീവനക്കാരുടെ പക്ഷം. കഴിഞ്ഞ ഞായറാഴ്ച കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെ ടൗൺ പോലീസിൽ നിന്നുള്ള ആളുകൾ വന്നിരുന്നു. നമ്മളെ ശക്തമായ നിർദ്ദേശത്തെ തുടർന്ന് ടൂറിസ്റ്റുകളെ പരമാവധി കുളിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി. എന്നാലും തൊട്ടടുത്ത ദിവസങ്ങളിൽ പോലീസ് പോയി കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാതെ കടലിലിറങ്ങി കളിക്കുന്ന അവസ്ഥയും അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.
ഏറെ നാളത്തെ ആവശ്യം നിറവേറ്റപ്പെടുന്നു. അഞ്ചരക്കണ്ടി ടൗൺ കേന്ദ്രീകരിച്ച് സിവിൽ സപ്ലൈസിന്റെ മാവേലി സ്റ്റോർ വെള്ളിയാഴ്ച പ്രവർത്തനം ആരംഭിക്കും. അഞ്ചരക്കണ്ടി ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന മാവേലി സ്റ്റോർ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്യും. മാവേലി സ്റ്റോർ ആരംഭിക്കുന്നതോടുകൂടി വേങ്ങാട്, അഞ്ചരക്കണ്ടി, കീഴല്ലൂർ തുടങ്ങിയ പഞ്ചായത്തിലുള്ളവർക്ക് ഉപകാരമാവും. നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ ചക്കരക്കൽ മാവേലി സ്റ്റോറിനെ ആശ്രയിച്ചിരുന്ന ജനങ്ങൾക്ക് ഏറെ സൗകര്യമായിരിക്കും ഇതെന്ന് വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മനാഭൻ മാസ്റ്റർ പറഞ്ഞു. ഈ അഞ്ചരക്കണ്ടി പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഈ സർക്കാരിൻ്റെ സബ്സിഡി സഹായങ്ങളെല്ലാം കിട്ടുന്ന 2-3 സ്ഥാപനങ്ങൾ ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വേങ്ങാട് മാവേലി സ്റ്റോർ, മമ്പറത്ത് ലാഭം മാർക്കറ്റ്, ഇപ്പം 3ാമതൊരു സ്ഥാപനം ആണ് അഞ്ചരക്കണ്ടിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ വിപുലമായ ഒരു പഞ്ചായത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു സഹായകരമായിരിക്കും മാവേലി സ്റ്റോർ. ഈ മേഖലയിലെ ത്രിവേണി മൊബൈൽ വിതരണ യൂണിറ്റുകൾ പൂർണ്ണമായി നിർത്തിയത് സാധാരണക്കാർക്ക് ഇരുട്ടടിയായിരുന്നു. ഇതേ തുടർന്ന് കെ നാരായണൻ MLA അടക്കമുള്ളവർ ഇടപെട്ടതിനാലാണ് മാവേലി സ്റ്റോർ തുടങ്ങാൻ അനുമതിയായത്. വെള്ളിയാഴ്ച ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്യും. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്ര ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം ജീവനക്കാർ ചിറക്കൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറെ ഉപരോധിച്ചു. പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിന്മേൽ ക്ഷേത്രം ജീവനക്കാർ പിരിഞ്ഞു പോവുകയായിരുന്നു. മലബാറിലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിനും ജീവനക്കാരുടെ സേവനവേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കാനും രൂപം കൊണ്ടതാണ് മലബാർ ദേവസ്വം ബോർഡ്. എന്നാൽ വർഷങ്ങളായി ക്ഷേത്രം ജീവനക്കാർ അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ബോർഡിനായിട്ടില്ല. C-D ഗ്രേഡ് ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് 6 മുതൽ 9 മണിക്കൂർ വരെ ജോലി ചെയ്യണം. മിനിമം വേതനം പോലും ഇവർക്ക് ലഭിക്കാറില്ല. 20 ദിവസത്തെ ലീവ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതും ലഭിക്കാറില്ല. ഈ സാഹചര്യത്തിലാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ക്ഷേത്രം ജീവനക്കാർ ചിറക്കൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറെ ഉപരോധിച്ചത്. ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന ഉറപ്പിൽ സമരം ഒത്തുതീർപ്പാക്കി. ചിറക്കൽ കോവിലകം ഗ്രൂപ്പിൽപ്പെട്ട C-D ഗ്രേഡ് ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് നൽകാൻ കുടിശ്ശികയായിട്ട് ശമ്പള ഇനത്തിൽ വളരെയേറെ തുക കുറേ കാലഘട്ടങ്ങളിലായിട്ട് നൽകാൻ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞങ്ങൾ ഈ ഗ്രൂപ്പിൽപ്പെട്ട ഓഫീസ് ഉപരോധിക്കുകയും ആ ഉപരോധത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് 15 ദിവസത്തിനുള്ളിൽ തന്നെ ശമ്പള കുടിശ്ശിക തന്നു തീർക്കാം എന്ന് രേഖാമൂലം എക്സിക്യൂട്ടീവ് ഓഫീസർ ഉറപ്പ് നൽകുകയും ചെയ്തു. C-D ഗ്രേഡ് ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാരന് കുറഞ്ഞത് 15,000 രൂപ മാസശമ്പളം ഏർപ്പാടാക്കുക, അവധി നൽകുക, ഗ്രേഡ് അടിസ്ഥാനത്തിലല്ലാതെ ശമ്പളം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ജീവനക്കാർ ഉന്നയിച്ചത്. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 58ാം ജില്ലാ സമ്മേളനം IMA ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KS സരള ഉദ്ഘാടനം ചെയ്തു. KUNA ജില്ലാ പ്രസിഡന്റ് V സുലേഖ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സദീബായി KN, N ബാബുരാജ്, KN ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നഴ്സിംഗ് മേഖലയിലെ സ്ത്രീ ജീവനക്കാരെ ദ്രോഹിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക, ജില്ലയിലെ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ നികത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. മനുഷ്യവിഭവശേഷിയോ അത് ഏറ്റവും കൂടുതൽ നഴ്സുമാരും വരുന്ന ഒരു പ്രദേശമാണ് കേരള സംസ്ഥാനം. നഴ്സുമാർ എത്രയോ പേരുണ്ട്. മനുഷ്യവിഭവശേഷിയാണ് നമ്മുടെ. മനുഷ്യവിഭവശേഷി ഉപയോഗിക്കാൻ മനസ്സില്ല എന്ന് പറയുന്നത് അത് ഏറ്റവും ജനദ്രോഹപരമാണ് എന്നുള്ളതാണ്. ആ ഒരു പോസ്റ്റ് ഉള്ളപ്പോൾ തന്നെ ജനങ്ങൾ തൊഴിലില്ലാതെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ജനദ്രോഹ നടപടിയാണ്. ഇനി വ്യക്തികൾ വിശേഷങ്ങൾ. പച്ചക്കറി കൃഷിയിലും കോഴിക്കൃഷിയിലും വിജയം കൈവരിച്ച കുറുമാത്തൂർ പഞ്ചായത്തിലെ ബാഹുപ്പറമ്പ് കീരിയാട് സ്വദേശി സിദ്ദിഖിനെ കുറിച്ചാണ് ഇന്നത്തെ വ്യക്തികൾ വിശേഷങ്ങൾ. ഭാര്യ റസിയയും മക്കളും കാർഷിക പ്രവൃത്തികളിൽ എന്നും സിദ്ദിഖിനൊപ്പമുണ്ട്. ചുഴലി അമ്പായംകുന്ന് സ്വദേശിയായ സിദ്ദീഖ് ചെറുപ്പം മുതൽ കൃഷിയിടത്തിൽ തൽപരനാണ്. തന്റെ കൃഷിയിടവും പുരയിടവും ബാവുപ്പറമ്പിലേക്ക് പറിച്ചു നട്ടപ്പോഴും ഇതിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. വിവിധയിനം അലങ്കാര കോഴികളെ വിരിയിച്ച് വിൽപ്പന നടത്തുന്നുണ്ട്. കൂടാതെ വിവിധയിനം പ്രാവുകളും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. മുയൽ, താറാവ് കൃഷിയിലും മുമ്പ് സിദ്ദീഖ് പരീക്ഷണം നടത്തിയിരുന്നു. പൂർണ്ണമായും ജൈവ കൃഷി ഉപയോഗിച്ച് നടത്തുന്ന കൃഷിയിൽ പിന്തുണയുമായി ഭാര്യ റസിയയും മക്കളും മരുമകനുമുണ്ട്. അപൂർവയിനം ചെടികളെ പരിപാലിക്കുന്നതിൽ റസിയ സമർത്ഥയാണ്. പ്രോത്സാഹനം ഭാര്യ തന്നെയാണ് ചെയ്യുന്നത്. ഒരുപാട് കച്ചവടം തന്നെയാണ്. നമ്മൾ അത്യാവശ്യം അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നു മാത്രം. മണ്ണിര കമ്പോസ്റ്റും ഉണ്ട്. ഇവിടെ അടുത്തുള്ളൊരു ചേച്ചി എനിക്ക് കുറച്ച് മണ്ണിര തന്നതാണ് അവരെ വീട്ടിൽ നിന്ന്. ഞാൻ എന്നിട്ട് അത് ഒരു വലിയ പാത്രത്തിലാക്കിയിട്ട് ഇപ്പം മണ്ണിര കമ്പോസ്റ്റ് അതിൻ്റെ വെള്ളം നല്ല പെറി ചെടികൾക്കൊക്കെ ഒഴിക്കാൻ നല്ലതാണ്.
പച്ചക്കറികൾക്കും ചെടികൾക്കും ആവശ്യമായ വളങ്ങൾ പച്ചില കൊണ്ട് ജീവാമൃതം ഉണ്ടാക്കിയും മണ്ണിര കമ്പോസ്റ്റുകളിലൂടെയും കണ്ടെത്തുന്നു. വീട്ടാവശ്യത്തിന് പാചകവാതകം ബയോഗ്യാസിലൂടെയാണ്. കൃഷിയെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് ഉപദേശം നൽകാനും സിദ്ദീഖും റസിയയും റെഡിയാണ്. പുലർച്ചെ ആരംഭിക്കുന്ന കാർഷിക വൃത്തി അവസാനിക്കുമ്പോൾ മിക്ക ദിവസവും നേരം ഇരുട്ടിയിരിക്കും. ഇന്നിപ്പോൾ കൃഷി ജീവിതത്തിന്റെ ഭാഗമായതിനാൽ ഒരുമയോടെ ഒരു കാർഷിക കുടുംബമായി ഇവർ മുന്നോട്ടു പോവുകയാണ്. ആന്റി കറപ്ഷൻസ് പീപ്പിൾസ് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഴിമതിരഹിത കേരളം കൺവെൻഷൻ സംഘടിപ്പിച്ചു. ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ പി ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ജോൺ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. രഞ്ജിത്ത് സർക്കാർ, ഡോക്ടർ എം പി മത്തായി, തായാട്ട് ബാലൻ, ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി, കെ പി റഹീം, ഡോക്ടർ ആൻസു, ഭാസ്കരൻ വെള്ളൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഇങ്ങനെ ഈ സമൂഹം മുന്നോട്ട് പോയാൽ ഒരുപക്ഷേ ഭാരതം എന്ന് കേട്ടാൽ അഭിമാനം തോന്നേണ്ട അന്തരംഗം കൂടുതൽ ഒരു അപഹാസ്യതയുടെ ഭാഗമായി മാറരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ ശക്തിപ്പെടുത്തി വരേണ്ടത് കൂടുതൽ ആവശ്യമായി വന്നിരിക്കുന്നു. ഇനി കണ്ണൂർ പത്രങ്ങളിലൂടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ തുടിക്കുന്ന പയ്യന്നൂരിന്റെ മണ്ണിലേക്ക് ഒരു സംഘം ചരിത്ര ഗവേഷകർ എത്തിയതായി മാതൃഭൂമിയിൽ വാർത്തയായി. കേരള സർവകലാശാലയും UGCയും ചേർന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി നടത്തുന്ന ഗവേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ചരിത്ര അന്വേഷണ യാത്ര. മയ്യിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഓവുചാലുകൾ സ്ലാബിട്ട് മൂടാത്തത് അപകടക്കെണിയാവുന്നതായി മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. സ്കൂൾ തുറന്നുകഴിഞ്ഞാൽ വളരെയേറെ തിരക്കേറിയ ഭാഗമാണിവിടം. മോട്ടോർ വാഹന നിയമം പാലിക്കാതെ ഓടുന്ന സ്കൂൾ വാഹനങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കുന്നതായി ചന്ദ്രികയിൽ വാർത്തയായി. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ വാഹനങ്ങൾ നിരീക്ഷിച്ച് നിയമം പാലിക്കാതെ ഓടുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. സ്വർണ്ണം വെള്ളി നിരക്കുകൾ. ഭീമ ഗോൾഡ് സ്വർണ്ണം വെള്ളി നിരക്കുകൾ. ഭീമ ഗോൾഡ്, പ്യൂർ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. സ്വർണം ഗ്രാമിന് 2550 രൂപ, പവന് 20,400 രൂപ, വെള്ളി ഗ്രാമിന് 43 രൂപ, 10 ഗ്രാമിന് 430 രൂപ. അവസാനമായി അറിയിപ്പുകൾ. ഗവൺമെന്റ് ITIയിൽ 1986-88 വർഷത്തിൽ MRIC ബാച്ചിൽ പഠിച്ചവരുടെ സംഗമം നടത്തുന്നു. ഇതിന്റെ ഭാഗമായി നാളെ 10 മണിക്ക് ITIയിൽ പ്രത്യേക യോഗം ചേരും. വിശദവിവരങ്ങൾക്ക് 9605564387. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള അഴീക്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ വാർഡൻ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം 28-ന് രാവിലെ 11 മണിക്ക്. ഇടൂഴി ഇല്ലം ആയുർവേദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അസ്ഥി സാന്ദ്രത നിർണയ ക്യാമ്പ് ജൂൺ 12-ന് രാവിലെ 10 മണിക്ക് ഇടൂഴി ആയുർവേദ നഴ്സിംഗ് ഹോമിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് 046032402409. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിന്റെ ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കും 049727840888 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജില്ലാ വികസന സമിതി യോഗം 30-നും 11 മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേരും. ദേശീയ യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി മഹാത്മാ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ 1 മാസത്തെ സൗജന്യ യോഗ പരിശീലനം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9337303315 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് CPIM-ന് ഇനി പുതിയ വളണ്ടിയർ സേന. വളണ്ടിയർ മാർച്ചിൽ ആയിരങ്ങൾ പങ്കെടുത്തു. യുവാക്കളുടെ വളണ്ടിയർ സേന രൂപീകരിച്ചത് ജനങ്ങൾക്ക് സേവനം നൽകാനെന്ന് CPIM നേതൃത്വം. പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PK ശ്രീമതി MP വികസനത്തിൽ രാഷ്ട്രീയം കലർത്തുകയാണെന്ന് K സുരേന്ദ്രൻ. അബ്ദുള്ളക്കുട്ടി MLA-ക്കെതിരെയുള്ള MP-യുടെ വിമർശനം വസ്തുതാവിരുദ്ധം. MP കണ്ണൂർ MLA-യെ മാത്രം വിമർശിക്കുന്നത് ഗൂഢോദ്ദേശത്തോടെ. അബ്ദുള്ളക്കുട്ടി CPIM പഞ്ചായത്തുകളിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നും K സുരേന്ദ്രൻ. നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങാനെത്തുന്നവർ വലയുന്നു. മണിക്കൂറുകളോളം പൊരിവെയിലിൽ ക്യൂ നിൽക്കേണ്ടുന്ന അവസ്ഥ. വൃദ്ധരും അവശരും തളർന്നു വീഴുന്നു. പെൻഷൻകാർ നേരിട്ടെത്തണമെന്ന നിബന്ധന തിരിച്ചടിയായി. അധികൃതർക്ക് അലംഭാവമെന്ന് പരാതി.
ഏകജാലക സംവിധാനം നിലവിൽ വന്നില്ല. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ ഡിഗ്രി പ്രവേശനം അവതാളത്തിലായി. +2 റിസൾട്ട് വന്ന് ഒരാഴ്ചയായിട്ടും ഡിഗ്രി പ്രവേശന വിജ്ഞാപനം പോലും ഇറക്കിയില്ല. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കയിൽ. കാലതാമസത്തിന് കാരണം സോഫ്റ്റ്വെയർ എത്താത്തതാണെന്ന് അധികൃതർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.